നമസ്കാരം ശ്രീലെ നമ്മുടെ ബി.ജെ.പിയുടെ ഇലക്ഷൻ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ മിക്കവാറും എല്ലാ മാധ്യമങ്ങളും കൊടുത്തു കഴിഞ്ഞു. അതിൽ ആ വാർത്ത ബ്രേക്ക് ചെയ്തത് ഭാരത് ലൈവ് ആണ്. ഭാരത് ലൈവിന് ശേഷം അത് മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും അത് വലിയ രീതിയിൽ അതിന് പ്രചാരം കിട്ടുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ പൊതുവെ സോഷ്യൽ മീഡിയയിലും മറ്റും വരുന്ന ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ ഭാരത് ലൈവ് എന്തോ ഒരു കൊടും പാതകം ചെയ്തിരിക്കുന്നു, ഭാരത് ലൈവ് ബി.ജെ.പിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെ ദേശീയ സ്വഭാവമുള്ള സംഘടനകളെ തകർക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നു എന്ന് പരിണിതപ്രജ്ഞർ എന്ന് നാം കരുതുന്ന ആൾക്കാർ പോലും രംഗത്ത് വന്നിരിക്കുന്നു. ഈ നഗ്നമായ കൊള്ള, അഴിമതി, തട്ടിപ്പ് അതിനെ മറച്ചു വെച്ചുകൊണ്ട്, അതിനെ വെള്ള പൂശിക്കൊണ്ട്, അതിനെ പുട്ടിയടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണ് ശ്രീലെ ഇവരുടെ ഉദ്ദേശം? പക്ഷെ അതിന്റെ യഥാർത്ഥത്തിൽ ഞാനും കേട്ടു, ചില മഞ്ഞ ഓൺലൈനുകൾ എന്ന തരത്തിൽ ചിലർ പ്രചരിപ്പിക്കുന്നത് ഞാനും കേട്ടു. കഴിഞ്ഞ 5 വർഷമായി ഭാരത് ലൈവ് എന്ന് പറയുന്ന ഒരു ചാനൽ ഇവിടെയുണ്ട്. ഈ ഭാരത് ലൈവ് അതുപോലെ 4, 3, 7 വരിക്കാരുള്ള സ്ഥാപനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓൺലൈൻ, ഇത് രണ്ടുമാണ് ഞാൻ കേട്ടത്. രണ്ടിനും ഞാൻ മറുപടി പറയാം. ഒന്ന്, മഞ്ഞ പത്രം എന്ന് നമ്മൾ ഏതെങ്കിലും ഒരെണ്ണത്തെ പറയുന്നത് ഏതെങ്കിലും അവിഹിതമോ അത്തരത്തിലുള്ള കഥകൾ പറയുന്ന, ഇല്ലാ കഥകൾ പറയുന്ന കാര്യങ്ങളെയാണ്. മനുഷ്യർക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കും എന്നും വാർത്ത. അതായത് ഒരു വിഭാഗം തൽപര കക്ഷികൾക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ആരാണോ അതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് അവർക്കും അവരുടെ ശിങ്കിടികൾക്കും എന്നും ഇഷ്ടപ്പെടാത്തതായിരിക്കും വാർത്ത എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോ ആ ഉത്തമ ബോധ്യം നമുക്കുണ്ട്. ഒന്ന്, കഴിഞ്ഞ 5 വർഷമായി ഈ ഒരു ഓൺലൈൻ ചാനൽ നടത്തിക്കൊണ്ടു പോകുന്ന ഒരാളെന്ന രീതിയിൽ എന്റെ മാധ്യമ സ്ഥാപനം ആരുടെയെങ്കിലും സദാചാര വാർത്തകളോ ഏതെങ്കിലും തരത്തിലുള്ള അത്തരം വാർത്തകളോ ഏതെങ്കിലും ഒരു ഭാഷയിൽ പോലും വളരെ മിതത്വം പുലർത്തിക്കൊണ്ട് ഒരു ജേർണലിസ്റ്റ് എങ്ങനെയാണോ വാർത്ത ചെയ്യുന്നത് അതേപോലെ തന്നെ മര്യാദയോടും മാന്യതയോടും കൂടിയുള്ള വാക്കുകൾ മാത്രം ഉപയോഗിച്ചാണ് എന്റെ സ്ഥാപനത്തിൽ ഇന്ന് വരെ വാർത്ത ചെയ്തിട്ടുള്ളത്. ഈ സ്ഥാപനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് 6 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉടനാകും. 6 ലക്ഷം ആകാൻ പോകുന്നു. മറ്റാരുമില്ല, ജേർണലിസ്റ്റുകളുടെ ഒരു ഇനിഷ്യേറ്റീവാണ്. വേറെ ആരുടെ കയ്യിൽ നിന്നും പണം പിരിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ധനമാർഗങ്ങൾ അവലംബിച്ചോ ഏതെങ്കിലും ഒരു പരസ്യം കൊടുത്തോ കൊണ്ട്, അതായത് ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന വരുമാനമല്ലാതെ മറ്റൊരു തരത്തിലുള്ള വരുമാനവും നമ്മൾ വാങ്ങിക്കാതെയും ഒരു തരത്തിലുള്ള വരുമാന മാർഗങ്ങളും ഇല്ലാതെയും സ്വയം ഇവിടെ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. 6 ലക്ഷം സബ്സ്ക്രൈബറും ആകാൻ പോകുന്നു. കുറച്ച് ആൾക്കാർ കൂടി 585 എത്തിയിരിക്കുന്നു. 6 ലക്ഷം സബ്സ്ക്രൈബർ ആകും. അതുകൂടാതെ 40 കോടിയിലധികം വ്യൂവേഴ്സിനെ സ്വന്തമാക്കാൻ ഭാരത് ലൈവിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അതിനും അപ്പുറത്തേക്ക് കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങളെ ഒന്നാകെ വേട്ടയാടുകയായിരുന്നു പിണറായി വിജയന്റെ കാലത്തെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾക്കിടയിൽ വളരെ ദേശീയത മുഖമുദ്രയാക്കി നിന്ന് ദേശീയതയോടൊപ്പം ചേർന്ന് നിന്ന ഒരു ചാനൽ എന്ന രീതിയിൽ ഈ നിമിഷം വരെ ആകെ ഒരേ ഒരു കേസ് മാത്രമാണ് ഭാരത് ലൈവിനുള്ളത്. അതും ആ കേസിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല, ഒരൊറ്റ കേസ് മാത്രമാണുള്ളത്. അല്ലാതെ ഇതുവരെ ഒരു കേസ് പോലും ഈ സ്ഥാപനത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിണറായി വിജയന്റെ കാലത്താണ് ലോട്ടറിയിലെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില തട്ടിപ്പുകൾ, ലോട്ടറിയുമായി ബന്ധപ്പെട്ട ചില തട്ടിപ്പുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചെയ്ത വാർത്തയിൽ നമ്മളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുക, ലോട്ടറി വകുപ്പ് പരാതി കൊടുക്കുകയും പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയും ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തപ്പോൾ ഒരു FIR പോലും ഇടാൻ പോലും അവർക്ക് സാധിച്ചിരുന്നില്ല എന്നത് ഈ സമയത്ത് ഞാൻ അത് പറഞ്ഞുകൂടി വെക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്താലോ, ആകെ ഈ ചാനലിൽ ആകെ ഏതെങ്കിലും ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആ വിഷയം എടുത്തിട്ടുള്ളത് ഒരു ഹണി ട്രാപ്പ് വിഷയമാണ്. അത് കേരള പോലീസിനെ മൊത്തത്തിൽ ഹണി ട്രാപ്പ് ചെയ്ത ഒരു സംഭവത്തെ കുറിച്ചായിരുന്നു. ആ വിഷയം വരാനിടയായ സാഹചര്യം ലോ ആൻഡ് ഓർഡർ, കേരളത്തിന്റെ ലോ ആൻഡ് ഓർഡർ, അതായത് പോലീസുകാരെ മാത്രം ലക്ഷ്യം വെക്കുന്നതുകൊണ്ട്, പോലീസിലെ ഉന്നതരെ ലക്ഷ്യം വെക്കുന്നതുകൊണ്ട് ലോ ആൻഡ് ഓർഡർ തടസ്സപ്പെടും. നിരവധി സ്ത്രീകൾ അവരെ ഈ കൺസേൺഡ് സ്ത്രീ വിളിച്ച് വലിയ രീതിയിൽ ശല്യം ചെയ്യുന്നു, വലിയ പരാതികളായി അത് ഉയർന്നതുകൊണ്ടും മാത്രമാണ് ആ ഒരൊറ്റ വിഷയം മാത്രം കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ത്രീയെ പറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ പുരുഷ വിഷയത്തെ പറ്റി ഒരു വാർത്ത ചെയ്തിട്ടുള്ളത് അത് മാത്രമാണ്. വേറെ ഒരു വാർത്തയും ഭാരത് ലൈവ് എടുത്തിട്ടില്ല. ഭാരത് ലൈവ് രാഷ്ട്രീയ കാര്യങ്ങളും മറ്റ് സാമൂഹിക സാംസ്കാരിക കാര്യങ്ങളിലേക്കുള്ള കാര്യങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ വാർത്ത ചെയ്തു പോകുന്ന മാധ്യമവുമല്ല. എന്റെ മാധ്യമ
ആധ്യാത്മിക വിഷയങ്ങൾ പോലും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം വിഷയങ്ങളല്ലാതെ മറ്റൊരു വിഷയങ്ങളിലേക്കും പോകുന്ന ഒരു മാധ്യമ സ്ഥാപനമല്ല ഭാരത് ലൈവ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും. പിന്നെ ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള ചില നറേറ്റീവുകൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ നറേറ്റീവ് ഉണ്ടാക്കുന്നത് ഒന്ന് അതായത് സംഘി പ്രൊഫൈലുകൾ അല്ലെങ്കിൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കി, അത് ഇടതുപക്ഷം ഏറ്റെടുത്തു, അത് പ്രചരിപ്പിച്ചു, ജിഹാദികൾ അതിന്റെ ഗുണം ചെയ്തു എന്നൊക്കെയാണ്. സത്യത്തിൽ പ്രശാന്ത്, ഈ നിമിഷം വരെ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ പ്രൊഫൈൽ BJP-യുടെ അഴിമതി ചൂണ്ടിക്കാട്ടിയ ഒരു വാചകമെങ്കിലും പറയുന്നത് സോഷ്യൽ മീഡിയയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും ജിഹാദി പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ ഇവർ ജിഹാദികൾ എന്ന് വിളിക്കുന്ന ഏതെങ്കിലും ഒരു പ്രൊഫൈലുകൾ ഈ വിഷയം സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈ വിഷയം സംസാരിച്ചിട്ടുള്ളത് സംഘപരിവാറിനകത്തുള്ളവരും സംഘപരിവാർ ബന്ധമുള്ളവരും സംഘപരിവാറിനോട് അടുത്തു നിൽക്കുന്നവരും സംഘപരിവാറുമായി ബന്ധമുള്ളവരും ഈ വിഷയത്തെ കുറിച്ച് അറിയുന്നവരുമാണ്. അതായത് ഒരു കാര്യം കൂടി സംഘപരിവാറിന്റെ നന്മ ആഗ്രഹിക്കുന്നവരും ആണ് ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ളത്, ആണ് ഈ വിഷയത്തെ കൃത്യമായി അഡ്രസ് ചെയ്യുന്നത്. അല്ലാത്തവർ ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ചമയ്ക്കുകയും ചില ആൾക്കാരെ പ്രൊജക്ട് ചെയ്യാൻ അല്ലെങ്കിൽ സ്വന്തക്കാരെ രക്ഷിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പ്രൊജക്ട് ചെയ്യുകയും മറ്റുള്ളവരെ മോശക്കാരാക്കി ചിത്രീകരിക്കുകയും ചെയ്യുകയാണെന്ന വിഷയത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. അല്ലെങ്കിൽ നോക്കിക്കോളൂ, ഏതെങ്കിലും ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത്തരം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ കേരളത്തിലെ മന്ത്രിമാരാരെങ്കിലും സംസാരിച്ചോ? ആരെങ്കിലും രാഷ്ട്രീയക്കാരെങ്കിലും സംസാരിച്ചോ? ആരെങ്കിലും ഒരു വിഷയം ഇതിനെക്കുറിച്ച് പറയണമെന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടോ? അപ്പൊ പിന്നെ ഈ നറേറ്റീവുകൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമല്ലേ? നമ്മൾ പറയുന്നത് എന്താണെന്നുള്ള കൃത്യത നമുക്കുള്ളത് കൊണ്ട് തന്നെ മറ്റൊരു വിഷയം, അതായത് ഇതൊരു സ്ത്രീ വിഷയമാക്കി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഞാൻ സ്ത്രീ അങ്ങനെയുമുണ്ട്. ഇത് ഒരു സ്ത്രീ വിഷയമോ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ സദാചാരത്തെ ചോദ്യം ചെയ്ത് ഞാൻ ഉണ്ടാക്കിയ ഒരു പ്രശ്നമല്ല ഇത്. അല്ലെങ്കിൽ എനിക്ക് കൃത്യമായി കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന സെക്രട്ടറി അടക്കം നിരവധി ബാങ്കുകളിലെ ലോണുകൾ അടച്ചു തീർത്തു. ലോണുകൾ അടച്ചിട്ടില്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇതിനൊന്നും ആവശ്യമില്ലല്ലോ. ഇന്ന് ഞാൻ പറയുകയാണ്, ഈ സംസ്ഥാന സെക്രട്ടറി ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ മാരാർജി ഭവനിൽ ഒരു പത്രസമ്മേളനം വിളിച്ച് ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ബാങ്ക് റെക്കോർഡ്സ് സബ്മിറ്റ് ചെയ്തൂടെ? എന്തുകൊണ്ടാണ് സ്വന്തം ബാങ്ക് റെക്കോർഡ്സ് ഉള്ള ബാങ്കിന്റെ എല്ലാ റെക്കോർഡ് എടുത്തുകൊണ്ടുവന്നിട്ട് ഞാൻ ലോൺ അടച്ചിട്ടില്ല, ഇങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് സബ്മിറ്റ് ചെയ്യാത്തത്? എന്താണ് ചെയ്യാത്തത്? ഇന്ന് ഏതാണ്ട് ഞാൻ 7-ാം തീയതി ആയിരുന്നു വാർത്ത നൽകിയെന്നാണ് എന്റെ ഓർമ്മ. 7-ാം തീയതി മുതൽ ഇന്ന് 20-ാം തീയതി 21-ാം തീയതി ആയിരിക്കുന്നു. ഈ 21-ാം തീയതിക്കിടയിൽ ഏതെങ്കിലും സീനിയർ ലീഡേഴ്സ് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നതല്ലാതെ ഈ പറയപ്പെടുന്ന സംസ്ഥാന സെക്രട്ടറിയെ പുറത്താക്കിയിട്ടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ സംസ്ഥാന സെക്രട്ടറിയെ പുറത്താക്കിയെന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, അവരെ ഈ വിഷയത്തിന്റെ പേരിൽ പുറത്താക്കിയെന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ വാർത്ത ചെയ്തിട്ടുള്ളത്. അവർ വന്ന് സംസ്ഥാന സെക്രട്ടറിയാണ് നോക്കൂ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊന്നും പറഞ്ഞ് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ആ പരാതിക്ക് എന്താ സംഭവിച്ചത്, സംസ്ഥാന സെക്രട്ടറി നൽകിയ പരാതിക്ക് എന്താ സംഭവിച്ചത്, സംസ്ഥാന സെക്രട്ടറി എന്ത് പരാതിയാണ് നൽകിയത്, എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു എന്നൊരു വെള്ളപ്പേപ്പറിൽ എഴുതി സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിലാണെന്ന് പറഞ്ഞിട്ട് ഒരു പരാതി കൊണ്ട് കൊടുക്കുന്നു. ഈ പരാതി കൊടുത്തപ്പോ എന്താ സംഭവിച്ചത്? പരാതിയിൽ FIR ഇട്ടോ? വ്യക്തിപരമായി ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അന്ന് ഹോൾഡ് ചെയ്ത ഒരു പൊസിഷനിൽ നിങ്ങൾ കാണിച്ച അഴിമതികളെ കുറിച്ചുള്ള ആരോപണമാണ്, അതുകൊണ്ട് മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ഇതറിയാത്തവരല്ലല്ലോ ഇവരെ കത്തും കൊടുത്തു വിട്ടത്. ഇതൊരു ഗിമ്മിക്കായിരുന്നു. അതായത് നാട്ടുകാരെ പറ്റിക്കാൻ, നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ പരാതി കൊടുത്തു എന്ന് കാണിക്കാനുള്ള ഗിമ്മിക്കായിരുന്നു. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതിൽ എനിക്ക് ക്ലാരിറ്റി ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത്. ഈ നിമിഷം വരെയും ഇന്ന് 20 ദിവസമായി, 21-ാമത്തെ ദിവസം, 21-ാം തീയതി 7 മുതൽ 21 ഏതാണ്ട് ഒരു 13 ദിവസം. ഈ 13 ദിവസത്തിനിടയിൽ ഞാൻ എവിടെയെങ്കിലും ഏതെങ്കിലും സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് ഒരു വാക്കുകൊണ്ടെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ നേരത്തെയും പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞത് പറയൂ, നിങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തൂ ഇത് കളവാണെന്ന്, എങ്കിൽ ഞാൻ ബോധ്യപ്പെടുത്താം ഇത് ശരിയാണെന്ന്. അപ്പോ ഇത് ഇപ്പോൾ നമ്മളെയും മറ്റുള്ളവരെയും ഒക്കെ ആക്രമിക്കാനുള്ള കോപ്പ് കൂട്ടുന്നതിന് അപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. എന്താണ് സംഭവിച്ചത് എന്ന് സംസ്ഥാന നേതൃത്വത്തിനും പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർജിക്കും കേന്ദ്ര നേതൃത്വത്തിനും ഒക്കെ വ്യക്തമായി അറിയാം. ഇവിടെ ഈ ചില ആൾക്കാരിരുന്ന് ഇതിന് പുതിയ നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുകയും ഇരയാക്കപ്പെടുന്നു എന്ന തരത്തിൽ വ്യാഖ്യാനങ്ങൾ ചമയ്ക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. ഇടയ്ക്ക് ഞാൻ എനിക്കൊരു കമന്റ് അയച്ചു തന്നു, സംഘപരിവാറുകാരെല്ലാം കയ്യിലുണ്ടെന്ന് അവകാശപ്പെടുന്ന സംഘിണിയാണ് ഈ വാർത്ത ആദ്യം കൊടുത്തതെന്ന്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ പറയാം, ഒരു സംഘപരിവാർ നേതാക്കന്മാരും എന്റെ കയ്യിലില്ല. ഒരു സംഘപരിവാർ നേതാക്കന്മാരുമായി എനിക്കൊരു കൂടുതൽ ബന്ധങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ അടുപ്പങ്ങളോ ഇല്ല.
അങ്ങനെ ആയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഗോഡ് ഫാദറോ ആരെങ്കിലും ഉണ്ടാകുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സംസ്ഥാന സെക്രട്ടറി ആയതുപോലൊക്കെ ആകാനൊക്കെ എനിക്കും സാധിച്ചിരുന്നേനെ. ഞാൻ അങ്ങനെ ആരുടെയും പുറകെ പോയി എന്തെങ്കിലും കാര്യങ്ങൾക്ക് ആരെയെങ്കിലും സ്വാധീനിച്ച് ആരുടെയെങ്കിലും സ്വാധീനത്തിന് വഴങ്ങി നിൽക്കുന്ന ഒരാളുമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇത്തരത്തിൽ വ്യാജ നറേറ്റീവുകൾ ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കേരളത്തിലെ BJP അണികളാണ്, കേരളത്തിലെ BJPയുടെ പ്രവർത്തകരാണ്, കേരളത്തിലെ BJP സംഘപരിവാർ ആൾക്കാരാണ് ഈ ആരോപണങ്ങൾ കൂടുതലും ഏറ്റുപിടിച്ചത് മാത്രമല്ല, ആലോചിച്ച് നോക്കിയത് സത്യമാണ്. ഈ സംഘടനയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഘടനയിൽ നിന്ന് ഇപ്പോ ചിലർ കാണാം, ചിലര് വന്നിട്ട് നമ്മളോട് സംസാരിക്കുന്ന ചിലരൊക്കെ വന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി സുരേഷിന്റെ ഫേസ്ബുക്കിൽ പോയി തംസപ്പ് അടിക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ ഈ അവസരത്തിൽ എങ്ങനെയെങ്കിലും അതിനകത്ത് കയറി പറ്റാൻ പറ്റുമെങ്കിൽ, ഈ കുളം കലക്കുന്ന കൂട്ടത്തിൽ എനിക്ക് എങ്ങനെയെങ്കിലും അയാളുടെ ഭാഗത്ത് ചേർന്ന് നിൽക്കാൻ സാധിക്കുമെങ്കിൽ എന്നെ അയാൾ എടുത്തോട്ടെ എന്ന രീതിയിലൊക്കെ കുളം കലക്കുന്നവരും ഒക്കെ ഇതിനകത്തുണ്ട്. അത് വ്യക്തമായി നമുക്കൊരു വ്യക്തി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അവരുടെ രാഷ്ട്രീയ മോഹങ്ങളാണ് അതൊക്കെ. അതെ. അപ്പോ ഇതില് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാർ എല്ലായിടവും ഉണ്ട്. പക്ഷേ കേരളത്തിലെ BJP, ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു, കേരളത്തിലെ BJPയുടെ എല്ലാ ജില്ലയിലും ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഞാൻ എന്റെ ഉത്തരവാദിത്വ ബോധത്തോടെ പീഡന കേസിൽ പ്രതിയായിട്ടുള്ള ഒരു ഡ്രൈവർ, കോഴിക്കോട് മുൻ ജില്ലാ പ്രസിഡന്റിന്റെ ഡ്രൈവർ പീഡന കേസിൽ പ്രതിയാണ്. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു കത്ത് ഇന്നലെ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസിൽ നിന്ന് വീണ്ടും അന്വേഷണത്തിന് ഓഫീസിന്റെ ചാർജുള്ള ആൾ ചെല്ലാൻ പറഞ്ഞിട്ടൊരു കത്ത് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോക്സോ കേസിലെ പ്രതി ഈ കൂട്ടത്തിൽ പെട്ടിട്ടുണ്ട്. അത് കൊല്ലത്താണ് പോക്സോ കേസ് പ്രതി. ക്ഷേത്രത്തിൽ നിന്ന് പണം എഴുതിയെടുത്തു എന്ന് പറഞ്ഞിട്ട് ക്ഷേത്രമോഷണം നടത്തിയിട്ടുള്ള ഒരാൾ, അയാൾ കേസിൽ പ്രതിയാണെന്നും കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരാളുണ്ട്. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ BJP നേതൃത്വത്തിന് എന്തുകൊണ്ടാണ് ഇത്തരം ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്ത് മാറ്റി നിർത്താൻ കഴിയാതെ പോയത്? ഈ പറയപ്പെടുന്ന കൊല്ലത്തെ രണ്ടുപേരെയും ഗോപകുമാർ സാറ് ജില്ലാ അധ്യക്ഷനായിരുന്ന സമയത്ത് അദ്ദേഹം മാറ്റി നിർത്തിയ ആൾക്കാരാണ്. ഇപ്പോ രാജീവ് പ്രസാദ് വന്നപ്പോ അവരെ വീണ്ടും പാർട്ടിയിലേക്ക് കൊണ്ടുവന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണ ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾ കൊണ്ട് പുറത്തായവരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അഴിമതിയെ ചോദ്യം ചെയ്തതിന് പുറത്തായവരെയോ അത്തരത്തിലുള്ള ആൾക്കാരെ ഇനി ജന്മകാലത്ത് കൊണ്ടുവരില്ല. ഇത്തരത്തിലുള്ള ആൾക്കാരെ വീണ്ടും പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ മാനദണ്ഡം എന്താണ്? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളവരെ പാർട്ടിയിൽ കൊണ്ടുവരുന്നത്? ഞാൻ പറയുന്നത് പാർട്ടിയിൽ ഒരു ശുദ്ധീകരണ കലശം, തീർച്ചയായിട്ടും പാർട്ടിയിൽ ഒരു ശുദ്ധീകരണ കലശം വേണം. അത് ശുദ്ധീകരിക്കപ്പെടുക തന്നെ വേണമെന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഇത് പറയുന്നത്. അല്ലാതെ എനിക്ക് ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് താല്പര്യങ്ങളോ മറ്റൊന്നോ ഉള്ളത് കൊണ്ട്. ഇടയ്ക്കൊരു കാര്യം ചൂണ്ടിക്കാണിച്ചോട്ടെ. നമുക്ക് വലിയ സന്തോഷം തോന്നുന്ന ഒരു വാർത്ത ഞാൻ ശ്രീലയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതായത് BJPയുടെ ചില പഞ്ചായത്ത് മെമ്പർമാർ, ഞാനിപ്പോ അവരുടെ പേരും കാര്യങ്ങളും ഒക്കെ പറഞ്ഞത് കൂടുതൽ വിശദീകരിക്കുന്നില്ല, അവർ തങ്ങൾക്ക് കിട്ടിയ ഓണറേറിയം, അതായത് അവർ ഈ പഞ്ചായത്ത് ഇതിലൊക്കെ പങ്കെടുക്കുമ്പോൾ കിട്ടുന്ന പണമുണ്ടല്ലോ, ഈ ഇതിന് ശമ്പളമല്ലല്ലോ അവർക്ക് കിട്ടുന്നത്, ആ തുക ഉപയോഗിച്ച് വെയിറ്റിംഗ് ഷെഡ്, ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചു കൊടുത്തിരിക്കുന്ന, മനോഹരമായിട്ട് നിർമ്മിച്ചു കൊടുത്തിരിക്കുന്ന പഞ്ചായത്ത് മെമ്പറുണ്ട്. കുട്ടികളെ തനിക്ക് കിട്ടിയ പഞ്ചായത്തിൽ നിന്ന് തനിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഉപയോഗിച്ച് ആ പഞ്ചായത്തിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പഠിപ്പിക്കുന്ന പഞ്ചായത്ത് മെമ്പറുണ്ട്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം, തന്റെ പോക്കറ്റിലേക്ക് വീഴേണ്ട പണം എടുത്താണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെയെല്ലാം BJP എല്ലാ ജില്ലകളിലും ഇതുണ്ട്. ഏതാണ്ട് താഴെ തട്ടിൽ BJPയുടെ പ്രവർത്തകരും നേതാക്കളും ഇത്തരത്തിലുള്ള വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നേതൃത്വം ഇത്രയേറെ അധപ്പതിക്കുന്ന, പാർട്ടിയെ നശിപ്പിക്കുന്ന തരത്തിൽ പെരുമാറുന്നത്. ഇപ്പോഴും ഈ പാർട്ടി നിലനിൽക്കുന്നത്, ശ്രീലെ വളരെ സത്യസന്ധമായിട്ട് പറയാം, താഴെ തട്ടിൽ നിഷ്കളങ്കരും സത്യസന്ധരുമായ അണികൾ, ആത്മാർത്ഥതയുള്ള സംഘടനാ ബോധമുള്ള അണികൾ ഉള്ളത് കൊണ്ടാണ്, അവർ ഇത്തരത്തിൽ ജനകീയമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും ഈ പാർട്ടി നിലനിൽക്കുന്നത്. അല്ലാതെ നേതാക്കളുടെ സൗന്ദര്യം കണ്ടിട്ടോ അവരുടെ ഗാംഭീര്യം കണ്ടിട്ടോ ഒന്നും അല്ല എന്നുള്ളതാണ് സത്യം. എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. കാരണം കേരളത്തിൽ ഇപ്പോ എനിക്ക് തോന്നുന്നു ഒരു 50 പേരെങ്കിലും ഒരു ദിവസം എന്റെ ഫോണിലേക്ക് വിളിക്കും, പല സ്ഥലങ്ങളിൽ നിന്ന്, ഏറ്റവും കുറഞ്ഞത്. സത്യം പറഞ്ഞാൽ എനിക്ക് സമയമില്ല, ഫോൺ അറ്റൻഡ് ചെയ്യാനുള്ള സമയമില്ല. കാരണം വാർത്ത എടുക്കാൻ നേരത്തെ ഞാൻ പറയും, ദയവ് ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞ് വിളിക്കൂ, സംസാരിക്കാമെന്ന് പറയും. അപ്പോ വിശദമായി ഓരോ സ്ഥലത്തെയും വിവരങ്ങൾ വിശദമായി അവർ വളരെ കൃത്യമായ ഇൻപുട്ടുകൾ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും പല പ്രവർത്തകരും എത്തിച്ചു തരുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ, ആ പ്രവർത്തകരുടെയൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കൂ.
അവരെ ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും ഇത് ഇത്രയും കഠിനമാകാനുള്ള കാരണം ഒരുപക്ഷെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ സംസ്ഥാന അധ്യക്ഷനെ കണ്ട് സംസാരിക്കുക, തങ്ങൾക്കൊരു ആളുണ്ട് അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കാൻ കഴിയുമെന്നൊരു അവസ്ഥ വന്നാൽ തീർച്ചയായിട്ടും അത് അവർക്കൊരു ആശ്വാസമാകും. ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുമെന്ന ചിന്തയെങ്കിലും ഉണ്ടാകും. ഇത്രയും കാലം അതൊക്കെ നടന്നിരുന്നു. ഞാൻ മനസ്സിലാക്കുന്ന രാജീവ് ചന്ദ്രശേഖർജിയുടെ അടുത്തേക്ക് ഒരാളെ പോലും കടത്തില്ല എന്നുള്ളതാണ്. ഇന്നലെ ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു വിവരം കണ്ട ഒരു അധ്യാപകൻ, ഒരു കോളേജ് അധ്യാപകൻ, വളരെ നന്നായി സാമൂഹ്യ വിഷയങ്ങൾ ഇടപെട്ട് സംസാരിക്കുന്ന ഒരു കോളേജ് അധ്യാപകൻ, അദ്ദേഹത്തിന്റെ സമയം, അതായത് രാജീവ് ചന്ദ്രശേഖർജിയുടെ അപ്പോയിന്റ്മെന്റ് എടുത്ത ശേഷം ഓഫീസിലേക്ക് ചെന്നിരുന്നു. കോളേജ് അധ്യാപകനായിരുന്നു, റിട്ടയർ ആയ ആളാണ്. അപ്പോൾ അദ്ദേഹം ഇത് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി അവിടെ ചെന്നിരുന്നു. അവിടെ ഓഫീസിലേക്ക് ചെന്നപ്പോ ഓഫീസ് സെക്രട്ടറി കടത്തിവിടുന്നില്ല. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് പോലും അദ്ദേഹത്തിനെ കാണാൻ ഓഫീസ് സെക്രട്ടറി അനുവദിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്. ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് കേരളത്തിലെ BJPയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർജി ഇതൊന്നും ഒരു പക്ഷെ അറിയുന്ന പോലും ഉണ്ടാവില്ല. കാരണം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൂടുതൽ പരാതികൾ ചെന്നാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ഒരാളുടെ അടുത്തേക്ക് ഇത്തരം കാര്യങ്ങൾ ചെല്ലാനിടയായാൽ തങ്ങളുടെയൊക്കെ സ്ഥാനം നഷ്ടപ്പെടുമെന്നവരൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോ ഓരോ സ്ഥലത്തും, പ്രത്യേകിച്ച് കൊല്ലം ഈസ്റ്റ് ജില്ലയെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ ആക്ഷേപങ്ങളുണ്ട്. കൊല്ലത്ത് സംസ്ഥാന സെക്രട്ടറിക്കായിരുന്നു, ഈ പറയപ്പെടുന്ന സംസ്ഥാന സെക്രട്ടറിക്കായിരുന്നു ചുമതല. ഈ സംസ്ഥാന സെക്രട്ടറി ഈ നിമിഷം വരെ ഏതെങ്കിലും വിഷയത്തിൽ ഈ ഒരു പരാതിക്ക് വേണ്ടി പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അതും ഞാൻ മനസ്സിലാക്കുന്ന അതൃപ്തി ഉണ്ട് എന്നാണ്. BJPക്ക് അതൃപ്തി ഉണ്ട് അത്തരത്തിലൊരു പരാതി നൽകിയത്. കാരണം അവരെ ഉപദേശിക്കുന്ന ആരെങ്കിലും ആയിരിക്കും ഇത്തരം ഒരു പരാതി കൊണ്ട് കൊടുക്കൂ, പരാതി ഒന്നും എടുക്കാനില്ല. കാരണം നല്ല അഭിഭാഷകരൊക്കെ, അവരുടെ വലിയ സുഹൃത്ത് വലയത്തിൽ ഹൈക്കോടതി അഭിഭാഷകരൊക്കെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇത് കേസ് എടുക്കാൻ കഴിയില്ലെന്ന് അവർക്ക് പറയാം. അപ്പൊ മാധ്യമങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി, പുള്ളി ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയായി കുറച്ചു കാലം ലീഗൽ റിപ്പോർട്ടറായിട്ടൊക്കെ ജോലി ചെയ്ത ഒരു സുഹൃത്തൊക്കെ ഇവർക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു കൊടുത്തതായിരിക്കാം, ഇങ്ങനെ പോയി മാധ്യമങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു ബൈറ്റും ഒക്കെ കൊടുത്ത് തൽക്കാലം രക്ഷപ്പെടാമെന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കാം. എനിക്ക് തോന്നുന്നു അതായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു ശ്രമം നടത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ തന്നെയാണ് മാധ്യമങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടിയതെന്നാണ് ഞാൻ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അഴിമതി കാണിച്ചതിനെ പറ്റി പറയുന്നത് ഇവിടുത്തെ ഇടത് ഇക്കോസിസ്റ്റമോ ജിഹാദികളെന്ന് നിങ്ങൾ പറയുന്നവരോ അല്ല. എല്ലാത്തിനും ജിഹാദി നിറം നൽകി, എന്ത് സംഭവം ഉണ്ടെങ്കിലും അതിനൊരു ജിഹാദി നിറം നൽകി രക്ഷപ്പെടുക എന്നുള്ളത് ഒരുപക്ഷെ ഇവരുടെ ഒരു തന്ത്രമാണ്. അതായത് എന്നെ കൂടി ജിഹാദികളുടെ തന്ത്രത്തിലേക്ക് അല്ലെങ്കിൽ ജിഹാദി കളർ വരുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോ അത് ഇടത് ഇക്കോസിസ്റ്റം, ഇത് ഏത് ഇടത് ഇക്കോസിസ്റ്റമാണ് പ്രചരിപ്പിച്ചത്? കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോഴാണോ ഇടതായത്? രാജീവ് ചന്ദ്രശേഖർജിക്ക് വേണ്ടിയും കേരളത്തിലെ ഈ നേതാക്കന്മാർക്കൊക്കെ വേണ്ടി ഇവരൊക്കെ പോയി ചാനലുകളിൽ ഇരിക്കുമ്പോൾ ഇടത് മനസ്സിലായില്ലേ? ഇടത് ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമായി ഇടത് ഇക്കോസിസ്റ്റം കണ്ടുപിടിച്ച ഒരുപക്ഷെ പിണറായി വിജയന് പോലും ഒരുപക്ഷെ സംഘപരിവാറിനെ ഇത്രയധികം വാശിയോടുകൂടി എതിർത്ത ഒരാളെ പിണറായി വിജയൻ പോലും ഉണ്ടാകില്ല, അപർണ സെന്നിനെ പോലെ. അങ്ങനെയുള്ള ഒരാൾക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് പന്തൽ വിരിച്ച് ഇവരാണോ ഇടത് ഇക്കോസിസ്റ്റത്തെ പറ്റി, ഇടത് ഇക്കോസിസ്റ്റം തെരഞ്ഞെടുത്ത് പ്രചരിപ്പിച്ചു എന്നൊക്കെ പറയുന്നത്? എനിക്ക് തോന്നില്ല പിണറായി വിജയൻ ഇത്ര ശക്തമായി സംഘപരിവാറിനെയും KP ശശികല എന്നേ ഞാൻ വിളിക്കൂ. അവര് അധ്യാപികയാണ്, ചരിത്ര വിഭാഗം അധ്യാപികയായിരുന്ന ആളാണവർ. അവരെ ശശികല എന്നെ വിളിക്കൂ. തുന്നൽ ടീച്ചർ എന്ന് വിളിക്കാം. വിളിക്കാൻ കഴിയില്ല. തുന്നൽ പഠിപ്പിക്കുന്നത് ടീച്ചറാണ്, പിന്നെ ഡ്രില്ല് പഠിപ്പിക്കുന്നത് മാഷാണ്. പക്ഷെ ചരിത്രം പഠിപ്പിക്കുന്ന KP ശശികല ടീച്ചർ വെറും ശശികല ടീച്ചർ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുള്ള സംഘപരിവാറിനെ ഏത് ഘട്ടത്തിലും എതിർത്തിട്ടുള്ള ഇടത് ഇക്കോസിസ്റ്റംകാർക്ക് PR കൊടുക്കുമ്പോ കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലേ? അപ്പോ എന്തെങ്കിലും കാര്യം വരുമ്പോ ഇടത് ഇക്കോസിസ്റ്റം, ചില വാക്കുകളൊക്കെ ഉണ്ട്, ചില ബുദ്ധിമാന്മാരെന്ന് നടിക്കുന്ന എന്തോ സംഭവമാണെന്ന് വിചാരിക്കുന്നവർ ഒരു 3-4 വാക്കുകൾ പിടിച്ചൊക്കെ രക്ഷപ്പെടാനും അത്തരത്തിലുള്ള നറേറ്റീവുകൾ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ചില ശ്രമം നടത്തും. ആ ശ്രമങ്ങളൊന്നും വിലപ്പോകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക്, കേരളത്തിലെ BJPയുടെ താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെയുള്ള പ്രവർത്തകർക്ക് ഈ അഴിമതിയെ കുറിച്ച് ബോധ്യമുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന്, രാജീവ് ചന്ദ്രശേഖർജിക്ക്, അതിന് മുകളിലോട്ടുള്ളവർക്ക് ഒക്കെ ഈ അഴിമതിയെ കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ട്. സംഘപരിവാറിലെ ഒരു നല്ല വിഭാഗത്തിന് ഇതിനെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ട്. അപ്പോഴും ഇത് പുറത്തു പറയരുത്, അകത്തെങ്ങനെങ്കിലും സെറ്റിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നത്. ഇപ്പോ വരുന്ന വാർത്തകൾ, ഈ വാർത്തകൾ എവിടുന്ന് വരുന്നു എന്ന് നോക്കി അവരെ രാജീവ് ചന്ദ്രശേഖർജി വന്നാൽ ഉടൻ സസ്പെൻഡ് ചെയ്യുമെന്നുള്ളതാണ്. അങ്ങനെയാണ് കേരളത്തിലെ BJPയെ മൊത്തത്തിൽ സസ്പെൻഡ് ചെയ്യേണ്ടി വരും. കേരളത്തിലെ BJP, അതായത് ഈ മാധ്യമ പ്രവർത്തകർക്ക് കൊടുക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഒരു കോടി എന്നല്ല, പല കോണുകളിൽ നിന്ന് നമ്മൾ തുടങ്ങി വെച്ചതേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ എന്താണ്, ഈ അഴിമതിയുടെ പേരിൽ 3 പേരെ പുറത്താക്കി എന്നായിരുന്നു നമ്മുടെ ആദ്യ വാർത്ത. ആ വാർത്തയിൽ ഇവരുടെ ഗോഡ് ഫാദറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, പക്ഷെ ഗോഡ് ഫാദർ ആരാണെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പോയി ഞാനാണ് ഗോഡ് ഫാദർ എന്ന് പറഞ്ഞുകൊണ്ട് അവതരിച്ചത്, നമ്മളല്ല.
അപ്പൊ അദ്ദേഹം തന്നെ വരുന്നു, ഇന്റർവ്യൂ കൊടുക്കുന്നു. അത് അബദ്ധമായെന്ന് മനസ്സിലായപ്പോ പിന്നെ മറ്റു മാധ്യമങ്ങളെ കൊണ്ട് വാർത്ത കൊടുപ്പിക്കാൻ ശ്രമിക്കുന്നു. അതും അബദ്ധമായെന്ന് മനസ്സിലായപ്പോ ഇപ്പോ അത് നിർത്തിവെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചില സ്തുതിപാഠകരെ കൊണ്ട് സ്തുതി പാടിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അത് ഉത്തമ ബോധ്യമുള്ള വാർത്ത തന്നെയാണ്. ഞാൻ ഈ സെക്കൻഡിലും പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവരിൽ പലരും, സംസ്ഥാന സെക്രട്ടറി അടക്കം പല ബാങ്കുകളിലും ഇവർ പണമടച്ചിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, പണമടച്ചിട്ടുണ്ട്. അപ്പോ അത് ഇല്ല എന്ന് വരുത്തി തീർത്ത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പലതരത്തിലുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങളും ഇവരെല്ലാം നടത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് പണമടയ്ക്കാൻ കാശില്ലാതെ നാട്ടിലുള്ള സഹകരണ ബാങ്കുകളിൽ എല്ലാം കടമായിരുന്ന ആൾക്കാരാണ്. ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാതെ സഹകരണ ബാങ്കുകളിൽ, നിരവധി സഹകരണ ബാങ്കുകൾ പണമടയ്ക്കാനുള്ള ആൾക്കാരാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പണമടച്ചിട്ടുള്ളത്. എന്താണ് അവരുടെ സോഴ്സ്? ആ സോഴ്സ് പറയട്ടെ. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ പറയട്ടെന്നേ. അപ്പോ ഇത് ആരെങ്കിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത് കൊണ്ട് ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞതിൽ ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഇതിന്റെ പേരിൽ ആര് എനിക്കെതിരെ എന്ത് പറഞ്ഞാലും അത് എന്നെ സംബന്ധിച്ചിടത്തോളം വാർത്ത സത്യമാണ്. ഞാൻ നൽകുന്ന വാർത്തയുടെ ആധികാരികമായ തെളിവ് എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വാർത്തകൾ നൽകാറുള്ളൂ. അതുകൊണ്ടാണ് കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ എനിക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടേണ്ടി വരാതിരുന്നത്. ഒരു മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരാളെന്ന രീതിയിൽ പിണറായി വിജയന്റെ കാലത്ത്, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തെ ആദ്യം നിശ്ചിതമായി വിമർശിച്ചിട്ടുള്ള മാധ്യമം തന്നെയാണ് ഭാരത് ലൈവ്. പക്ഷെ ഭാരത് ലൈവിനെതിരെ അത്തരത്തിലുള്ള ഒരു കേസും എടുക്കാൻ സാധിക്കാതെ വന്നത് കൃത്യമായ തെളിവുകൾ വെച്ച് മാത്രം വാർത്ത ചെയ്ത മാധ്യമമായതിനാലാണ് എന്ന് ഒന്നുകൂടി പറയുന്നു. ഇനി കൊല്ലം ഈസ്റ്റിന്റെ കാര്യങ്ങളുണ്ട്. അത് കൊല്ലം ഈസ്റ്റിന്റെ, അതുപോലെ കോഴിക്കോടിന്റെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഇത് എവിടെ നിർത്തണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ. ഇതൊരു വാർത്ത ചെയ്ത് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിടത്ത് ഓരോ ജില്ലയിലുമുള്ള പ്രശ്നങ്ങൾ അവർ വിളിച്ചു പറയുകയാണ്. ഒരു ദിവസം ഞാൻ സൈലന്റ് ആയാൽ കഴിഞ്ഞൊരു ദിവസം എനിക്ക് വയ്യാതെ കിടപ്പായി പോയി. അന്ന് നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ എന്നെ വിളിച്ചു, നിങ്ങളും സെറ്റിൽഡ് ആയോ? ജീവിതത്തിൽ ആദ്യമായി സത്യങ്ങൾ തുറന്നു പറയുന്ന ഒരാളെ ഞങ്ങൾ കാണുകയാണ്. സംഘപരിവാറിനോടോ BJP-യോടോ ഒന്നും ഇങ്ങനെ പറയാൻ കഴിയില്ല, പറഞ്ഞാൽ ഉടൻ പുറത്താണ്. അതുകൊണ്ട് ആദ്യമായി നിങ്ങളെപ്പോലുള്ള ഒരാളെ ഞങ്ങൾ കാണുകയാണ്, സത്യം പറയുന്നതുകൊണ്ട് പല ഭാഗങ്ങളിൽ നിന്ന് എനിക്ക് വിളി വരും. ഞാൻ സെറ്റിലായോ എന്നാ ചോദ്യം. അപ്പൊ അതുകൊണ്ട് ഇത് ഒരുപാട് പേർ ഓരോ ദിവസവും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരുപാട്, കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് ഇങ്ങനെ പറയാൻ വെമ്പി നിന്ന പ്രശ്നങ്ങളാണ്. അവർക്ക് ഇത് പറയണം എന്നുള്ള ആഗ്രഹം വരുന്നത്. ഒരുപക്ഷെ ഡയറക്റ്റ് പറയാൻ ധൈര്യമില്ലാത്തവരാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർ പലപ്പോഴും നമ്മളോട് ഇതൊക്കെ പറയുന്നത്. സത്യത്തിൽ നിങ്ങൾ BJP ഈ തരത്തിലുള്ള ആൾക്കാരെ, അസംതൃപ്തരായി നിൽക്കുന്നവരെയും ഇത്തരത്തിലുള്ള അഴിമതി കാണിച്ചിട്ടുള്ളവരെ പുറത്താക്കിക്കൊണ്ട് BJP-യുടെ വാതിലുകൾ തുറന്നിട്ടുകൊണ്ട് BJP-യിൽ ആരൊക്കെ വരാൻ ആഗ്രഹിക്കുന്നു അവരെയെല്ലാം BJP അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് BJP-യുടെ പ്രവർത്തനം കുറച്ചുകൂടി സാമൂഹ്യപരമായി സാമൂഹ്യ വിഷയങ്ങൾ ഏറ്റെടുത്ത് സമരം ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് സാമൂഹ്യ സാംസ്കാരിക വിഷയങ്ങളിൽ ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ അഴിമതി എന്ന വന്ന ആ പേരുദോഷം, അഴിമതിയുള്ളവരെ പുറത്താക്കുമെന്ന ശക്തമായ സന്ദേശം ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് മറ്റു പാർട്ടികളിൽ നിന്ന് വിഭിന്നമാണ് BJP-യും സംഘപരിവാറും എന്ന് എല്ലാവരും വിചാരിക്കുന്ന ആ കാര്യം, അത് ശരിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട അവസരമാണ്. അതിനുള്ളൊരു അവസരമായി മാത്രം കണ്ടാൽ മതി. അങ്ങനെ ഒരു അവസരം ഉണ്ടായാൽ തീർച്ചയായും വരും കാലഘട്ടങ്ങളിൽ ഇനി അഴിമതി നടത്തുകയും ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നവരെ മാറ്റി നിർത്തുമെന്ന സന്ദേശം വന്നാൽ കൃത്യമായും എല്ലാ തരത്തിലുമുള്ള ആൾക്കാർ മര്യാദയ്ക്ക് ഈ പാർട്ടിയിൽ വന്ന് പ്രവർത്തിക്കും. അതിനുള്ള ഗുണവും ഈ പാർട്ടിക്ക് 5 കൊല്ലത്തിനുള്ളിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും BJP-യെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അവരുടെ സ്വപ്നമാണ്. ഞാനൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് നിഷ്പക്ഷമായിട്ട് അഭിപ്രായം പറയുകയാണ്. കേരളത്തിൽ BJP-ക്ക് ഒരു വലിയ ഇടമുണ്ട്, സ്പേസ് ഉണ്ട്. അത് പക്ഷെ BJP തിരിച്ചറിയുന്നില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടം. ആനയ്ക്ക് ആനയുടെ വലിപ്പം, അതെ, നേതാക്കൾ തിരിച്ചറിയുന്നില്ല. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇത്. BJP-യുടെ കരുത്ത്, BJP-യുടെ മേന്മ, BJP-യുടെ മികവ്, ഇതൊന്നും BJP-യിലെ കുറച്ച് നേതാക്കൾ തിരിച്ചറിയുന്നില്ല. അവർ ഇതിനെ ഒരു കറവ പശുവായിട്ടാണ് കാണുന്നത്. അതാണ് ഏറ്റവും സങ്കടകരമായ ഒരു സത്യം. അതുകൊണ്ട് അത് മാറ്റം വരട്ടെ. BJP-യുടെ കേന്ദ്ര നേതൃത്വവും സംഘപരിവാറും RSS-ഉം ഒക്കെ ഇടപെട്ട് കുഴപ്പക്കാരായ ആൾക്കാരെ താൽക്കാലികമായെങ്കിലും മാറ്റി നിർത്തി ഈ ഒരു ശുദ്ധീകരണ പ്രക്രിയക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പാർട്ടിയെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങൾ. അതിന്റെ ഏറ്റവും നല്ല തെളിവാണ് നമ്മുടെ തിരുവനന്തപുരം മേയർക്ക് കിട്ടുന്ന പിന്തുണ. അദ്ദേഹം ഈ ജനകീയ വിഷയങ്ങളുമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ.
അത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും പിന്തുണ കിട്ടുന്നത്. സത്യത്തിൽ അത് മനസ്സിലാക്കി തീർച്ചയായും തിരുവനന്തപുരത്ത് ഒരു മേയർ എന്നതിലുപരി ഒരുപക്ഷെ വരുന്ന കാലഘട്ടത്തിലെ ഒരു മുഖ്യമന്ത്രി മെറ്റീരിയൽ എന്ന രീതിയിലേക്ക് മാറാൻ വി രാജേഷിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ അഴിമതിരഹിത പ്രതിച്ഛായമായി ജനങ്ങളുടെ ഇടയിൽ അഴിമതിരഹിത പ്രതിച്ഛായമായി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചാൽ ജനങ്ങൾ ഏത് BJP ആണെങ്കിലും എന്തൊക്കെ പറഞ്ഞ് മാറ്റി നിർത്താൻ ശ്രമിച്ചാലും ഏത് കേരളമാണെങ്കിലും ജനങ്ങൾ അംഗീകരിക്കുമെന്നുള്ളതിന്റെ നേർസാക്ഷ്യമാണ് വി രാജേഷ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അതാണ് കേരളത്തിലെ എല്ലാ ആൾക്കാരും പിന്തുടരേണ്ടത്. ജനങ്ങളോടൊപ്പം BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെട്ട് സജീവമായി നിൽക്കുക എന്നുള്ളതാണ്. അല്ലാതെ സ്വന്തം വീട്ടിലേക്ക് ഭാര്യയെ കൊണ്ടുവന്ന് ജോലിക്ക് വെക്കുക, കൂട്ടുകാരെ കൊണ്ട് ജോലിക്ക് വെക്കുക, കോടികൾ അടിച്ചു മാറ്റുക, എന്നിട്ട് ആദർശം പറഞ്ഞുകൊണ്ട് നടക്കുക, ഫോൺ വിളിച്ചാൽ എടുക്കാതിരിക്കുക, ഏതെങ്കിലും ശിൽബന്ധികളെ മാത്രം പാർട്ടിയിൽ ഉൾപ്പെടുത്തുക, കഴിവുള്ളവരെ പാർട്ടിയിൽ കൊണ്ടുവരാതിരിക്കുക, ഇങ്ങനെ പല കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇതെല്ലാം മാറണം. ഇതെല്ലാം മാറിയെങ്കിൽ 140 മണ്ഡലങ്ങളിലേക്ക് കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് 200 നേതാക്കന്മാരെങ്കിലും വേണം. ഏറ്റവും നല്ല മത്സരിക്കാൻ 140 ആണെങ്കിലും 200 നേതാക്കന്മാരെങ്കിലും നിങ്ങൾ വളർത്തിയെടുക്കണം. ഈ PP മൂന്നന് ശേഷം ഏതെങ്കിലും ഒരു നേതാവ് കേരള രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള കേരള രാഷ്ട്രീയത്തിന് ഏതെങ്കിലും രീതിയിൽ മുമ്പോട്ട് പോകുമെന്ന് ഉറപ്പുള്ള, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ മുമ്പിൽ തെളിയിച്ച ഒരാളാണ് സന്ദീപ് വാര്യർ. ഇനി സന്ദീപ് വാര്യരെ പറയുമ്പോൾ ഞാൻ സന്ദീപ് വാര്യർ ഒരാളാന്ന് പറയും. അയാൾ കോൺഗ്രസിൽ പോയി, സത്യത്തിൽ അയാളുടെ രാഷ്ട്രീയ ഭാവി തീർന്നുപോയി എന്ന് അയാളോട് തന്നെ നേരിട്ട് പറഞ്ഞ ഒരാളാണ് ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കാണിച്ചത് വലിയ മണ്ടത്തരമാണ്, നിങ്ങൾ ഒരു കാരണവശാലും പോകരുതായിരുന്നു. അവസാന സെക്കൻഡ് വരെ ഞാൻ പറഞ്ഞു പോകരുത്, ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞിരുന്നു സന്ദീപിനോട്. പക്ഷെ അയാൾ അവിടെ പോയെങ്കിലും അയാളിപ്പോ ജനങ്ങളുടെ ഇടയിൽ അയാൾ BJP പറഞ്ഞിട്ടാണെങ്കിലും അയാളുടെ നിലപാട് മാറ്റിയിട്ടാണെങ്കിലും, പക്ഷെ അത്തരം ആൾക്കാർ വന്നാൽ അവരെ എവിടെങ്കിലും മൂലയ്ക്ക് ചാരി വെക്കുകയോ ഓടിക്കുകയോ ചെയ്യുക. ഇപ്പൊ ഉണ്ടല്ലോ സന്ദീപ് വാചസ്പതി, അതുപോലെ ഷജിൽ കടത്തനാടെന്ന് പറഞ്ഞിട്ട് ഒരു യുവമോർച്ചയുടെ നേതാവ്, ഷിജിൽ കടത്തനാട്, പിന്നെ നന്ദു, അത് യുവരാജ് ഗോകുൽ, ഏറ്റവും പ്രധാനമായി പറയേണ്ട യുവരാജ് ഗോകുൽ, അതുപോലെ പിന്നെ കോഴിക്കോടുള്ള T റനീഷ്, ഇങ്ങനെയുള്ള രാഷ്ട്രീയത്തിനെ പറ്റിയ ഒരുപിടി കുട്ടികൾ ഉണ്ടാവുന്നുണ്ട്. അവരെയൊക്കെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഈ നേതാക്കന്മാർ എന്താണ് ഇവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവരെ എല്ലാം ഒതുക്കാവുന്ന സ്ഥലങ്ങളിലെല്ലാം ഒതുക്കി വെക്കുകയാണ്. കാരണം ജീവിതകാലം മുഴുവൻ ഇവർക്കൊരു 90 വയസ്സാകുന്നിടം വരെ ഈ പാർട്ടിയിൽ ഇങ്ങനെ തന്നെ നിലനിൽക്കണം നേതാക്കന്മാർക്ക്. അപ്പം ബാക്കി ആർക്കും ഇവിടെ വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നില്ല. രണ്ടാം തലമുറയിലെ നേതാവ് വേണ്ടേ? ഇനി ഈ തലമുറയിൽ വരുന്ന തലമുറ ആലോചിച്ച് നോക്കും. ആദ്യത്തേത് കഴിഞ്ഞു, ഇനിയും വരുന്ന ഒരു തലമുറയിൽ ഒരു ഏതെങ്കിലും രീതിയിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു നേതാവിന്റെ പേര് പറഞ്ഞ വി രാജേഷ് അല്ലാതെ ആരുണ്ട്? വളരെ ദയനീയമാണത്. ദയനീയമായ അവസ്ഥയാണ്. അപ്പോൾ പക്ഷെ ആൾക്കാരുണ്ടെന്നേ, ഒരുപാട് കഴിവുള്ള, കാര്യപ്രാപ്തിയുള്ള, വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള, രാഷ്ട്രീയപരമായി ചിന്തിക്കാൻ അറിയുന്ന നിരവധി പേർ സോഷ്യൽ മീഡിയയിലൊക്കെ എത്ര സത്യത്തിലൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ BJP നിലനിർത്തുന്നു മഞ്ഞപ്പത്രങ്ങളെന്നും മഞ്ഞ ആൾക്കാരെന്നും ആക്ഷേപിക്കുമ്പോൾ കേരളത്തിലെ BJP നിലനിൽക്കുന്ന BJPയുടെ പ്രവർത്തനം കൊണ്ടാണോ? കേരളത്തിലെ വ്ളോഗർമാർ ഉൾപ്പെടെയുള്ളവർ, സോഷ്യൽ മീഡിയയിൽ കേരളത്തിലെ വ്ളോഗർമാർ ഉൾപ്പെടെയുള്ള അവർക്ക് എന്തെങ്കിലും സൗകര്യങ്ങളോ സാഹചര്യങ്ങളോ ഒരുക്കി കൊടുത്തിട്ടാണോ അവർ നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നത്? കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ എത്ര പേർ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് വേണ്ടി എഴുതുന്നുണ്ട്? എന്തെങ്കിലും പ്രശ്നം വന്നാൽ എല്ലാവരുടെയും ചീത്തവിളിയും ബഹളവും സൈബർ അറ്റാക്കും സഹിച്ച് എഴുതുന്നത് ഈ പ്രവർത്തകരാണ്. അവർ ചിലപ്പോൾ ഒരുപക്ഷെ ഈ പാർട്ടിയുടെ ഒരു ഭാഗവുമല്ല. അപ്പൊ അത്തരത്തിലുള്ള നിരവധി പേർ കൂടിയാണ് നിങ്ങളുടെ ഈ BJP എന്ന് പറയുന്ന ഈ BJPയുടെ പ്രശ്നങ്ങളെ എല്ലാം പരിഹരിക്കാനുള്ള മൗത്ത് പീസായി മാറുന്നത് അവരാണ്. അവരെയാണ് നിങ്ങൾ മഞ്ഞ പത്രക്കാരെന്ന് ആക്ഷേപിക്കുന്നത്, അല്ലെങ്കിൽ മഞ്ഞ യൂട്യൂബേഴ്സ് എന്ന് ആക്ഷേപിക്കുന്നത്. അതെ, BJPയുടെ നേതൃത്വം ചിന്തിക്കട്ടെ, കണ്ണ് തുറന്ന് കാത് തുറന്ന് ചിന്തിക്കട്ടെ. എന്നോട് പല സംസ്ഥാനത്തുള്ള പല വ്ളോഗേഴ്സ്, ഈ വ്ളോഗൊക്കെ ചെയ്യുന്നവരും സോഷ്യൽ മീഡിയയിൽ എഴുതുന്നവരും പറഞ്ഞിട്ടുണ്ട്, ഒന്നും വേണ്ട, പൈസ ഒന്നും തരണ്ട, ഒരു പ്രാവശ്യമെങ്കിലും വിളിച്ചാൽ നിങ്ങൾ എഴുതിയത് നന്നായി എന്ന് പറഞ്ഞ ഒരു നേതാവ് പോലും വിളിച്ചിട്ടില്ലായിരുന്നു. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അത് പ്രതീക്ഷിക്കേണ്ട, അത് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. BJPയിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നത് ഉണ്ടാവില്ല എന്ന് ഞാൻ അവരോട് പറയുകയും ചെയ്തു. നിങ്ങൾ അത് പ്രതീക്ഷിക്കേണ്ട, നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അതിനെ പ്രതിരോധിക്കുക. എന്തായാലും BJPയുടെ കേന്ദ്ര നേതൃത്വം കണ്ണും കാതും തുറന്നു വെച്ച് ചിന്തിക്കട്ടെ. അവർ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി സമചിത്തതയോടുകൂടി ഇടപെടട്ടെ, അഴിമതിക്കാരെ അകറ്റി നിർത്തട്ടെ, സത്യസന്ധരായ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന രാഷ്ട്രഭക്തിയുള്ളവരെ കൂടുതലായിട്ട് വളർത്തിക്കൊണ്ടുവരട്ടെ. നന്ദി, നമസ്കാരം.